Welcome to ProTalks by Elevate, and this is me, Anne Benjamin. Today we have a father-daughter duo, Dr. Mohammed Ashraf and Dr. Noushin Ashraf from Craft Hospital. So Dr. Ashraf and Dr. Noushin, welcome to ProTalks. So Dr. Nirtana, I have a question ചോദിക്കാം. What made you streamline into this specialty of, fertility specialty എന്നുള്ള ഒരു സ്ട്രീമിലേക്ക് എങ്ങനെ എത്തിയ? Yeah, because see, I joined for MD obstetric gynae in Calicut Medical College around 84-87 was my tenure. See, that time, as such ഒരു infertility branch or subdivision ഉണ്ടായിരുന്നില്ല. Every gynecologist will practice as upon her wish or her knowledge. But then I was given a subject of hysteroscopy, which was very, very, എന്താ പറയുക, just arrived in India, ഒരു സബ്ജക്ട് ഒരു എന്താ പറയുക ഒരു എക്യുപ്മെൻറ്റും സബ് സ്പെഷ്യാലിറ്റി. ഇപ്പോഴാണ് ലാപ്രോസ്കോപ്പി ഹിസ്റ്ററോസ്കോപ്പി ഈസ് എവറിവെയർ. അന്ന് ഇന്ത്യയിൽ ഫസ്റ്റ് ലോഞ്ച് ചെയ്ത 84-ലാണ്. 85 മൈ മാഡം ഗിവ് മീ ദിസ് അസൈൻമെൻറ്റ് ടു സ്റ്റാർട്ട് എ ഹിസ്റ്ററോസ്കോപ്പി ആസ് മൈ തീസിസ്. അപ്പോൾ അതിന് വി ഹാഡ് ടു സെർച്ച് ലോട്ട്സ് ഓഫ് ജേർണൽസ്, ഫോറിൻ ജേർണൽസ് ആർട്ടിക്കിൾസേ വന്നിരുന്നുള്ളൂ. അതിലെല്ലാം ഇറ്റ് വാസ് കോയിൻ വിത്ത് ഐദർ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ പിന്നെ ഈ ക്യാൻസർ ഓഫ് യൂട്രസ്. ഈ രണ്ട് ആസ്പെക്ട്സിനാണ് ഇത് ഉപയോഗിക്കുന്നത്, ഈ രണ്ട് വിഷയത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. വെൻ ഐ കെയിം ഔട്ട് ഓഫ് ദ മെഡിക്കൽ കോളേജ് മൈ പാഷൻ വാസ് focused on this infertility. I went for a laparoscopic training, ഒരു ഷോർട്ട് കോഴ്സ് ബോംബെയിൽ JJ ഹോസ്പിറ്റലിൽ എടുത്തു. ദെൻ വെൻ ഐ കെയിം ബാക്ക് ദെൻ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ലാബ് സർജറീസ്. അങ്ങനെ കുറേ ഫീമെയിൽ ഫാക്ടേഴ്സ് കറക്റ്റ് ചെയ്യാൻ പറ്റി. How easy or how difficult was it to convince about this male infertility എന്ന് പറയുന്ന ഒരു term? It is not very easy at that point. അന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൽസ് വരെയില്ല, ട്രീറ്റ്മെന്റ് വരെയില്ല, വൈഫിന് മാത്രമേ ആയിക്കോളൂ. They think that once they think that they can have a sexual act, they are normal. അത് മാത്രം അവരുടെ ക്രൈറ്റീരിയ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി അതിനപ്പുറത്തൊന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഫീമെയിൽ ആണ് വരിക, അവരെ ട്രീറ്റ് ചെയ്ത് ഒരു ആകുമ്പോഴേക്കും പിന്നെ നമ്മൾ പറയും ഹസ്ബൻഡിനെ കൂട്ടിയിട്ട് വരണം. അപ്പോൾ ചില ഹസ്ബൻഡ് എപ്പോഴും വരാൻ പഠിക്കും. അപ്പം ഞങ്ങൾ ഒരു അതിന് വേറെ ടെക്നിക്ക് ഉണ്ട്. ഐ വിൽ ടെൽ ദറ്റ് യു ഷുഡ് ഹാവ് എ സെക്ഷൽ ആക്ട് പ്രീവിയസ് നൈറ്റ് ആൻഡ് ദെൻ നെക്സ്റ്റ് ഡേ കം ഹിയർ. ദെൻ അവരുടെ യൂട്രസും സെക്രീഷൻ നോക്കി നമുക്ക് സ്പേം കാണാം. സ്പേം ഇല്ലെങ്കിൽ വി വിൽ കൺവിൻസ് ചെയ്യും, നിങ്ങൾ ഇന്നലെ കോൺടാക്ട് ചെയ്താൽ പക്ഷേ ദർ ഇസ് നോ സ്പേം, സോ യു ഹാവ് ടു ബി ഇവാലുവേറ്റഡ് എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം ഇവാലുവേറ്റ്. ഇപ്പം ദേ നോ ദറ്റ്, ദേ കം ഫോർവേഡ്. And Noushin, tell us something about your educational, how did you get into this? That was quite an eye-opener time for me. ഞാൻ നാട്ടിൽ MBBSും MDയും ഫെലോഷിപ്പ് ഇൻ റീപ്രൊഡക്റ്റീവ് മെഡിസിനും കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഐ ജസ്റ്റ് ഫെൽറ്റ് ലൈക്ക് ചാലഞ്ചിങ് മൈസെൽഫ് ആൻഡ് ട്രൈങ് ടു എക്സൽ ആൻഡ് ലേൺ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് വന്നത്. ദാറ്റ്സ് ഹൗ ഐ എൻഡഡ് അപ്പ് ഇൻ MRCOG ആൻഡ് MRCP. അന്ന് സമയത്ത് എൻ്റെ പല വെൽ വിഷേഴ്സും ടോൾഡ് മീ ദാറ്റ് ഇറ്റ്സ് ക്വൈറ്റ് എ ഗ്രില്ലിംഗ് കരിക്കുലം, യു ഡോണ്ട് ഹാവ് ടു ഗോ ത്രൂ ഇറ്റ്, യു എനിവേ ഹാവ് എ ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഐ ഫെൽ ദാറ്റ് പാഷൻ ടു ലേൺ മോർ ആൻഡ് എക്സൽ ആൻഡ് ദെൻ സോ ഐ ഫൈനലി എൻഡഡ് അപ്പ് taking this. And you deal with patients who have repeated history of എന്താ പറയുക infertility അല്ലെങ്കിൽ who has failed with the IVF treatments and all that. How do you try and counsel them in such a way that you bring back that hope in them that it is possible എന്നൊരു hope എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? So അതിന് there's no rule book or step by step guide to say that this is how I counsel. നമ്മളൊരു റൂമിൽ ഒരു 10 പേഷ്യൻറ്റിനെ കാണുകയാണെങ്കിൽ ആ 10 IVF ഫെയിൽ ആയിട്ടുള്ള പേഷ്യൻസ് കാണും, 10 പേര് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഡിഫറെൻ്റ് ആയിരിക്കും. ബട്ട് ദർസ് വൺ തിങ് കോമൺ വിച്ച് വി ഫൈൻഡ് ഇൻ ഓൾ ദി പേഷ്യൻസ്. സോ there's a reason for every IVF failure, and finding out that root cause and correcting that is the key to the success. And how open are these people? അവർ കുറേ ഫെയിലിയേഴ്സ് കഴിഞ്ഞിട്ട് അതേ സ്റ്റിൽ ഓപ്പൺ ലൈക്ക് ഓക്കെ ഫൈൻ അതോ ഇനി വേണ്ട എന്നുള്ള രീതിയിൽ ഡു യു ബ്രിങ് ബാക്ക് ദോസ് പീപ്പിൾ ഓൾസോ ഹു സേ ഓക്കെ ഫൈൻ ഇനിയിപ്പം വേണ്ട ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട, മേ ബി ഇറ്റ്സ് നോട്ട് സപ്പോസ് ടു ഹാപ്പൻ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഡു യു ബ്രിങ് ബാക്ക് ദോസ് കൈൻഡ് ഓഫ് പീപ്പിൾ? ഡു യു ട്രൈ ആൻഡ് ബ്രിങ് ബാക്ക്? സോ ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് അവർ ജോബ്. നമ്മളാരും പരീക്ഷ തോറ്റുപോയൊരു കൊച്ചിൻ്റെ അടുത്ത് ഓക്കെ അന്ന് ഇനി പഠിക്കേണ്ട കേട്ടോ എന്ന് പറയുന്നില്ല. വി ഓൾവേസ് ആസ് എ മോറൽ സിറ്റിസൺ ഇറ്റ്സ് അവർ ഡ്യൂട്ടി ടു uplift their mood and make them come back into it. So when it comes to craft, there's one part which says it is money oriented, and then there's another section which deals with social commitment. In craft, how do you take care of that social commitment and all? How do you take care of it? സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് പറയുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം മണിയുടെ ആസ്പെക്റ്റിൽ വരാം. ബിക്കോസ് ഇത് ഒരു കോസ്റ്റ്ലി അഫെയർ ആണ് ഡെഫിനറ്റ്ലി. വി ക്യാൻ കട്ട് ഷോർട്ട് ദി കോസ്റ്റ് ബൈ റെഡ്യൂസിങ് ദി ക്വാളിറ്റി ഓഫ് ദി മെഡിസിൻസ്, quality of the equipments that we load,
then the dish that we use for making IVF മീഡിയാസ് ഇതെല്ലാം ക്വാളിറ്റി കുറഞ്ഞ ഈവൻ 1,000 റുപ്പീസിനുണ്ട് 10,000 റുപ്പീസിന് മേലുള്ള സാധനങ്ങളുണ്ട്. വെൻ യു യൂസ് എ ക്വാളിറ്റി പ്രോഡക്ട്സ് ദെൻ ഡെഫിനറ്റ്ലി ദ സക്സസ് വിൽ ബി ഹൈ. അപ്പോൾ അതാണ് ചില സെൻറ്റേഴ്സിലൊക്കെ ദേ സെഡ് ദറ്റ് അവരുടെ പ്രൈസ് ഒരു പ്രീമിയം പ്രൈസിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അല്ലാണ്ട് വേറെ ഒന്നുമല്ല, കൂടുതൽ സമ്പാദിക്കാനും അല്ല. ബട്ട് ദെൻ നമുക്ക് സക്സസ് കൊടുക്കണം, അതാണ് ഏറ്റവും അൾട്ടിമേറ്റ് എയിം. സക്സസ് കൊടുക്കണമെങ്കിൽ യു ഹാവ് ടു സ്പെൻഡ് നല്ല ക്വാളിറ്റി സാധനങ്ങൾ വെക്കും. ഇപ്പം ഞങ്ങളുടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി കെയർ ഇൻ ദ ലബോറട്ടറി ഇസ് വെരി 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 ഇമ്പോർട്ടൻ്റ്. ഏറ്റവും എല്ലാം കോസ്റ്റ്ലി എക്യുപ്മെൻറ്റ്സാണ് വെക്കുന്നത്. ഈ എക്യുപ്മെൻറ്റ്സിനകത്താണ് നമ്മൾ സ്പേം ആയാലും എഗ് ആയാലും എംബ്രിയോ ആയാലും നമ്മൾ 3 to 6 days വരെ സൂക്ഷിക്കുന്നത് അതിനകത്താണ്. അതിനകത്തുള്ള കണ്ടീഷൻ എന്നാണോ ബോഡിയിലത്തെ അതേ അറ്റ്മോസ്ഫിയറാണ്. ലൈക്ക് ടെമ്പറേച്ചർ 37 ഡിഗ്രി, അതിന് 0.1 അങ്ങ് പ്ലസ് മൈനസ് ആവാൻ പാടില്ല. ദെൻ pH 7.3 എക്സാക്റ്റ് pH മെയിൻറ്റെയിൻ ചെയ്യണം. ഹ്യൂമിഡിറ്റി 99 to 100 മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ സ്റ്റെറിലിറ്റി പക്കാ സ്റ്റെറൈൽ. അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതെല്ലാം കോസ്റ്റ്ലി അഫെയർ ആണ്, മനസ്സിലായ. പിന്നെ അതുകൂടാതെ ഇപ്പോൾ ക്രാഫ്റ്റിലാണെങ്കിൽ ഈ ബീജവും അണ്ടവും വേറെ തമ്മിൽ കപ്പിളിൻ്റെ അല്ലാതെ വേറെ മാറാണ്ടിരിക്കാനായിട്ട് ഒരു വിറ്റ്നസിങ് സിസ്റ്റം ഉണ്ട്. ഫുൾ പ്രൂഫാണ്. അപ്പോൾ ഒരു കാരണവശാലും ഒരു പേഷ്യൻ്റെ XY എന്നുള്ള ഒരു വൈഫിൻ്റെ സ്പേം എഗ് എടുത്തിട്ട് Y എന്നുള്ള കപ്പിളിൻ്റെ സ്പേമായിട്ട് മിക്സ് ആക്കൂല, അപ്പോഴേക്കും അലാം വരും. അപ്പോൾ അതൊക്കെ ഇറ്റ് ആഡ്സ് ഓൺ ടു ദ കോസ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കോസ്റ്റ് കൂടുന്നത്. ബട്ട് ദെൻ സക്സസും ഡെഫിനറ്റ്ലി അതിൻ്റെ കൂടെ വരും ചെയ്യും. സോ നൗഷിൻ, ഞാനിത് എഴുതി വെച്ചിട്ടുണ്ട് സോ ദാറ്റ് ഐ ഡോണ്ട് മേക്ക് എ മിസ്റ്റേക്ക്. യു സെർവ് എസ് എ കീ ഫാക്കൽറ്റി മെമ്പർ ഫോർ കണ്ടക്ടിങ് പോസ്റ്റ് മാസ്റ്റേഴ്സ് ഫെലോഷിപ്പ് ഇൻ നാഷണൽ ബോർഡ് ഓൺ റിപ്രൊഡക്റ്റീവ് മെഡിസിൻ. ഇസ് ദാറ്റ് എ പാർട്ട് വെയർ യു കൺസിഡർ യുവർ സെൽഫ് ടു അപ്ഡേറ്റ് നോളജ്? Yeah, of course. I mean, as I told earlier, I was always passionate about learning and challenging myself, which I'm inclined to. So this was always there in my Mumbai angan thaneyanu. Second thing is that I never feel it as a burden, actually. In fact, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ that consistency factor which I learned from my MRCOG, that I still follow. Every day I dedicate few hours to read and update about the whole thing, and then so that I feel that that's a part of me actually. At least most of the days I try to find out. പിന്നെ അതിൻ്റെ ഒരു വേറൊരു സൈഡ് പറയുകയാണെങ്കിൽ right from my childhood days I've seen my father reading and updating and putting that into practice. Even at this age he still reads and updates. So ചെറുപ്പത്തിൽ തന്നെ it is deeply ingrained into me that as if you are a good doctor you have to read, evolve, update and put it into practice. Who's your biggest inspiration? Of course my father. What's the role of mom in this? So mother ennu parantittunengil, see, these two are like my two pillars for me. It's like two eyes for me. മദറിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ചില പ്രത്യേക കാര്യങ്ങളുണ്ട്, ആ വഴി മാത്രം സാങ്ഷൻ ചെയ്യാൻ ചില പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഫാദറിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്ത് ഫാദറിന് മനസ്സിലാവുന്ന ചില പ്രത്യേക ആസ്പെക്റ്റ് ഉണ്ട്. ബട്ട് ജനറലി ദേ ബോത്ത് പ്ലേ എൻ ഈക്വൽ റോൾ ഇൻ മൈ ലൈഫ്. ആൻഡ് ഡോക്ടർ, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഓഫ് പീപ്പിൾ ദേ ഹാവ് അക്നോളജ്ഡ് ദി അഡ്വാൻസ്മെൻറ്റ് ഓഫ് ടെക്നോളജി വിത്ത് റെസ്പെക്ട് ടു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ആൻഡ് എവറിത്തിങ്. സോ ഇപ്പോഴത്തെ ഒരു ചിന്താഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എപ്പോഴാണ് പിള്ളേർ വേണ്ടതെന്ന് വെച്ചാൽ അപ്പം വിൽ ഹാവ് കിഡ്സ്, വി വിൽ നോട്ട് ലിസൺ ടു ദ സൊസൈറ്റി ഓർ വിൽ നോട്ട് ലിസൺ ടു അവർ പേരൻസ്. പണ്ടത്തെ ആ ഒരു രീതിയിലല്ല. നേരത്തെ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിച്ച ഉടനെ കുട്ടികൾ അടുത്ത ഒരെണ്ണം ഉണ്ടായി അടുത്ത ഉണ്ടാവണം, ദാറ്റ് കൈൻഡ് ഓഫ് ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ബട്ട് ഓൾസോ ഇറ്റ്സ് എ വെരി എന്താ പറയുന്നത്, ഒരു ഫണി തിങ് എന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് ഇറ്റ് ഈസ് വി ഓൾസോ സീ ദാറ്റ് ദർ ലോട്ട് ഓഫ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്സ് ഹാപ്പനിങ് വിത്ത് ദീസ് ദ ന്യൂ ജനറേഷൻ ഓൾസോ. ഹൗ ഡു യു what do you have to say about that, our entire scene? Like ee rendu und people accept that such a advancement is there, but also they have to do it. Some of them have to do it. You are absolutely right. Or maybe 20-25% of the patients they defer the pregnancy for unlimited time. Maybe either education or അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ജോബോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഒരു 5 years 10 years. ഇപ്പോൾ ഇന്നലെ ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നു, 10 years they have been married, but they said just last year a treatment started. 8 years 9 years they were just keeping enjoying. So what that's happened the term is they use. But what happened is when we looked at the ovarian reserve, it is drastically has dropped. Even though she is 32 years 33 years old, but then ovary കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എഗ്ഗിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കണ്ടവർ 43 ഇയറിൻ്റെ ആയി കഴിഞ്ഞു. So that's a very big tragedy, no? So what my suggestion and my advice to the
all the communities that they want to have a planning or they want to defer the pregnancy for a quite long time, better consult a fertility specialist and ask them, can I wait for some more time? Can I wait for 2 years, 3 years? അത് വേണം ഡെഫിനറ്റ്ലി. അല്ലാതെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടു പിന്നെ കിട്ടുകയില്ല ചിലപ്പം. ഇപ്പം AMH 0.2 ഒക്കെ ആയിക്കഴിഞ്ഞാൽ ചാൻസ് ഓഫ് പ്രഗ്നൻസി ഈസ് ഓൺലി 20%, 25% ഉള്ളൂ. And what is a doctor conductor, if they feel that they are not still ready, at least freeze their eggs. So it's like a future insurance Correct. for your fertility. So you don't have to worry about, okay, any endagum nolloru പേടി വേണ്ട. Now the techniques and science have evolved so much. So ഇതൊക്കെ മെയിനായിട്ട് ഇത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു അവയർനെസ് വേണം. ദാറ്റ് ഇസ് ദെയർ. പക്ഷേ നൗ എവ്രി വൺ ഇസ് വെൽ റെഡ്. ഐ തിങ്ക് ദേ സ്റ്റിൽ തിങ്ക് ദാറ്റ് ദിസ് മേ നോട്ട് ഹാപ്പൻ ടു മീ എന്നുള്ള ഒരു ഫാൾസ് നോഷനിലാണ് ഡിലേ ചെയ്യുന്നത്. അവിടെയാണ് ഈ സോഷ്യൽ എഗ് ഫ്രീസിങ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ എന്താ പറയുക ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. വെസ്റ്റേൺ കൺട്രീസിലെ ഇഷ്ടം പോലെ ഇവിടെ ആയി വരുന്നേ ഉള്ളൂ. I forgot which is a celebrity who said it, but then I remember her quote saying that എനിക്ക് അറിയായിരുന്നെങ്കിൽ if I had that option of freezing my egg, I would have given my leg and arm kind. So done anything for that. ഇപ്പോൾ ഒരു ഏജ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് we cannot undo it. So what is the reason for this infertility? What do you think is the reason ഇത്രയും ഇൻക്രീസ് ആവാൻ വേണ്ടി? like what do you think is the reason for that? മെയിൻലി ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്. നമ്മൾ കഴിക്കുന്ന ഫുഡ്, ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സ്, ദ ക്രീം, ദ മേക്കപ്പ് ഐറ്റംസ് എല്ലൊക്കെ ഈ താലൈഡ്സ് ഉണ്ട്. ഒത്തിരി എന്താ പറയുക കെമിക്കൽസ് ഉണ്ട്, മിനറൽസ് ആൻഡ് കെമിക്കൽസ്. ദർ ഓൾ കൺവേർട്ടഡ് ടു ബാഡ് ഹോർമോൺസ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ മാറും. അതിൻ്റെ ഇഫക്ട്സ് ആണ് കുറേ ഓവേറിയൻ റിസർവ് കുറയുന്നത്, സ്പേം ഫാക്ടർ വരുന്നത് കുറയുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മോഡേൺ ഗാഡ്ഗറ്റ്സ് ഒക്കെ ഇപ്പോൾ ഒരു മൊബൈലിന് പകരം 2 മൊബൈലും 3 മൊബൈൽ ക്യാരി ചെയ്യുന്ന ആളുടെ മൾട്ടിപ്പിൾ സിം ഉപയോഗിക്കുക. വി ഹാവ് സീൻ ഇറ്റ്. ഈ സിമ്മിൻ്റെ എണ്ണം കൂടുന്തോറും, മൊബൈൽ ഫോണിൻ്റെ എണ്ണം കൂടുന്തോറും ദ സ്പേം ക്വാളിറ്റി ഡിക്രീസസ് ഡ്രാസ്റ്റിക്കലി. പിന്നെ പൊല്യൂഷൻസ്, അറ്റ്മോസ്ഫിയർ പൊല്യൂഷൻ, എയർ ആവട്ടെ, വാട്ടർ ആവട്ടെ, ഫുഡ് ദാറ്റ് യു ഈറ്റ്, എവറിതിങ് ഈസ് കണ്ടാമിനേറ്റഡ്. അതാണ് മെയിൻ റീസൺ. കുറേ അതുണ്ട്. പിന്നെ ഉള്ളത് പറഞ്ഞാൽ ഇങ്ങനെ സോഷ്യൽ റീസൺ വേണ്ടി അവരിങ്ങനെ ഡിലേ ചെയ്യിക്കുന്നത് പല കാരണങ്ങളെ കൊണ്ടും. ലേറ്റ് മാരേജും, ഈവൻ ലേറ്റ് മാരേജ് കഴിഞ്ഞാൽ പിന്നെ അവർ വെയിറ്റ് ചെയ്യാണ് അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അങ്ങനെ പോകുന്നതാണ് കൂടുതലും കാരണങ്ങളും. അതർവൈസ് ഇപ്പോൾ പഴയൊരു കൺസെപ്റ്റിലൊക്കെ പോയിരുന്ന 18 ഇയേഴ്സിൽ കല്യാണമെങ്കിൽ 19-20 ഇയേഴ്സിൽ പ്രസവിക്കുകയാണെങ്കിൽ കുറേ പേരൊക്കെ രക്ഷപ്പെട്ടു പോകുമായിരുന്നു. അങ്ങനെ ചോദിക്കാമല്ലോ. ഐ മീൻ പണ്ടത്തെ ആൾക്കാർ നേരത്തെ കല്യാണം കഴിക്കുമായിരുന്നു കുട്ടികൾ ഇവിടെ. ഇസ് ദാറ്റ് ദ കറക്റ്റ് വേ? ഡു യു തിങ്ക് ദാറ്റ്സ് ദ കറക്റ്റ് വേ? ഐ മീൻ അങ്ങനെ പറഞ്ഞൂടാ. ബട്ട് സി ഇപ്പം ട്രെൻഡ് ഹസ് ചേഞ്ച്ഡ്. ഫെർട്ടിലിറ്റി ഈസ് കമ്മിങ് ഡൗൺ, ഡ്രാസ്റ്റിക്കലി കമ്മിങ് ഡൗൺ. ഇപ്പം സെമൻ്റെ കാര്യത്തിൽ തന്നെ ഒരു 30-40 ഇയേഴ്സ് മുമ്പ് നടത്തിയിരുന്ന അന്നത്തെ യുവാക്കളുടെ യങ്സ്റ്റേഴ്സിൻ്റെ സെമൻ അനാലിസിസും ഇപ്പോഴത്തെ 2000-ലാണ് ആ സ്റ്റഡി വന്നത്. അന്ന് ഈ ആഫ്റ്റർ 40 ഇയേഴ്സ് ഉള്ള സെമൻ അനാലിസിസും ഇറ്റ് ഈസ് ഡ്രാസ്റ്റിക്കലി ഹാസ് കം ഡൗൺ. അത് സംതിങ് ഈസ് ഗോയിങ് റോങ്. അത് ദറ്റ് ഈസ് ദെയർ. അത് മേ ബി പറഞ്ഞ മാതിരി പൊല്യൂഷൻ ആകാം, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആകാം, പല കാരണങ്ങളുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ ഡെഫിനറ്റ്ലി വിച്ച് ഇസ് നോട്ട് വെരി ക്ലിയർ ടു അസ് സംഹൗ. അതുണ്ട്, അതിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള. അതെ. അപ്പോൾ പല കാരണങ്ങളെ കൊണ്ടും ഈ ഫെർട്ടിലിറ്റി ഡിക്ലൈൻ ഈസ് ദെയർ ഇൻ ദ സൊസൈറ്റി, ഇൻ ദ കമ്മ്യൂണിറ്റി, ഇൻ ദ globally it is there happening. COVID കാര്യം പറഞ്ഞപ്പോൾ ഡ്യൂറിങ് ദ കോവിഡ് there was a huge increase of pregnancies happening. ആ ഒരു I think a de-stressing ഒരു reason they're spending together with the family. Otherwise it's more like many people actually have contact just to be കറക്റ്റ്. അതാണ് ആ ഒരു പോയിന്റ്. ഇപ്പം ഈ പലരുണ്ട് ഫെർട്ടിലിറ്റി കലണ്ടർ നോക്കി, ഇപ്പം എല്ലാവർക്കും ആപ്പ് ഉണ്ടല്ലോ, ഫെർട്ടിലിറ്റി കലണ്ടർ നോക്കിയിട്ട് ആ ഒരു ദിവസം മാത്രം കോൺടാക്ട് ചെയ്യും. ബട്ട് ദറ്റ് ഇസ് നോട്ട് ഇനഫ്. ഡെഫിനറ്റ്ലി ദറ്റ് ഇസ് നോട്ട് ഇനഫ്. അതിൻ്റെ ഒരു 3-4 ദിവസം മുമ്പും വേണം, പിന്നെയും വേണം എന്നുള്ളതാണ് ശരിക്ക്. So there's an interesting study actually which said that frequent ejaculation will actually improve the semen quantity and quality. Okay. So that's what actually really helped. That also will improve the implantation potential of the uterus also. Uterine vascularity കൂടും, എഗ്ഗിൻ്റെ ക്വാളിറ്റി കൂടും. Even in IVF patients we try to encourage them to have a sexual contact, not for getting pregnant, but to enhance the quality and quality of the uterus and the quality of the sperms. How do you maintain that that relationship between your team and the patients who come there?
So your team is actually seeing what you are doing, and as a team we have some general principles that you have to be very transparent with the patient, and first and foremost I think we should give them realistic expectations right from the start of the treatment, so there's no any fallouts or any disappointments later. എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഫ് വി ആർ നോട്ട് ഹാപ്പി ഇൻസൈഡ് വി കനോട്ട് ഇമ്പാർട്ട് ദറ്റ് ഹാപ്പിനെസ് ടു അനദർ പേഴ്സൺ എന്നാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു, ആസ് ഐ മെൻഷൻഡ് ഏർലി, വി ഹാവ് ടു ഫൈൻഡ് എ ജോബ് വിച്ച് യു ആർ റിയലി പാഷനേറ്റ് അബൌട്ട്. എന്നാലും നമുക്ക് ആ ഒരു ഹാപ്പിനെസ് അടുത്തൊരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈവൻ ടീമിനെ റിക്രൂട്ട് ചെയ്യുമ്പോഴും നമ്മളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു ആസ്പെക്റ്റാണ്. ഇല്ലെങ്കിൽ അവർ വന്ന് ക്ലോക്കൊക്കെ നോക്കി ചായ കുടിച്ച് 5 മണിയാകുമ്പോൾ എങ്ങനെയെങ്കിലും പോകും. സോ ദ റിക്രൂട്ടിംഗ് ദ ടീം ഹൂ ഈസ് ആക്ച്വലി പാഷനേറ്റ് അബൌട്ട് യുവർ ജോബ്, ദെയർ ജോബ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഈ വരുന്ന പേഷ്യൻസ് ഹു കം ഫോർ ട്രീറ്റ്മെൻറ്റ്സ് അവരുടെ മൈൻഡിൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് കാണും. ലൈക്ക് ഒത്തിരി പൈസയാവുമോ, ഹൂം ടു ട്രസ്റ്റ്, അവരല്ലേ ഒത്തിരി അടുത്ത് പോയിട്ട് വരുന്ന ഒരു സെറ്റ് ഓഫ് പീപ്പിൾ ആയിരിക്കും. ഡസ് ക്രാഫ്റ്റ് ടിക്ക് ഓൾ ദീസ് ക്രൈറ്റീരിയാസ് ഫോർ ദം? See, we address each and every concerns of them. Okay. Maybe 10, 15, 20 questions ഒക്കെ കൊണ്ട് എഴുതി വരുന്ന ആൾക്കാരുണ്ട്. That's good. In a way, that's good. See, our duty is to make them comfortable and make them confident. First of all, അതിന് പോകുന്നതിനും we should be having some confidence in giving them assurance കൊടുക്കാനായിട്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആ ക്ലിനിക്കൽ ആൻഡ് നമ്മുടെ ഇവാലുവേഷൻ ചാർട്ട് വെച്ച് നമുക്ക് പറയാൻ പറ്റും, കോൺഫിഡൻറ്റ് പറയാൻ പറ്റും. യു ഹാവ് എ 50% ചാൻസ് ഓർ യു ഹാവ് എ 10% ചാൻസ്. 10% എന്നാൽ മെജോറിറ്റി മനസ്സിലാക്കണം, ദർ ഇസ് ഓൾമോസ്റ്റ് നിൽ, ബിക്കോസ് വി കനോട്ട് സേ ദറ്റ് യു വിൽ നോട്ട് ഹാവ് എ ബേബി. നമുക്ക് ഒരിക്കലും പറയാൻ പാടില്ല. ദൈവം തമ്പുരാൻ്റെ വക്കൽ ഇരിക്കുന്ന മാത്രം കാര്യമാണ്. എത്രയോ പേർ നമ്മൾ ഹിസ്റ്ററിയിൽ കേട്ടിട്ടുണ്ട്, 4, 5 IVF ഫെയിലായിട്ട് തനിയാവുന്നവരുണ്ട്, വെറുതെ എല്ലാ ട്രീറ്റ്മെൻറ്റ് നിർത്തിവെച്ചിട്ടിരിക്കുന്ന സമയത്ത് ആവുന്നവരുണ്ട്. വി നെവർ സേ ദറ്റ് യു കനോട്ട് ഹാവ് എ ബേബി, ബട്ട് ഇൻസ്റ്റഡ് നമ്മൾ പറയും 5 to 10% ചാൻസേ ഉള്ളൂ, അതിന് നിങ്ങൾ ഇത്രയും കാശ് കളയണോ എന്ന് പറയുമ്പോഴേക്കും അവർക്ക് ചിലർ മനസ്സിലാക്കി പോകുന്നവരുണ്ട്. ചിലർ പറയും എന്നാലും വേണ്ടില്ല സാറേ, നോക്കാം, നമുക്കൊരു കൈ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കോൺഫിഡൻസിൽ വരുമ്പം വി ഓൾസോ എൻകറേജ് ദം. എന്നിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. ചിലരൊക്കെ ശരിയാവും, ചിലർ ശരിയാവാതെ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു കോൺഫിഡൻസ് ലെവൽ നമ്മൾ കീപ്പ് ചെയ്യണം. അവരെപ്പോഴും ഒരു കംഫർട്ട് സോണിൽ നിർത്തുക എന്ന് വെച്ചിട്ട് ഒരു ചൂഷണം ചെയ്യുന്ന രൂപത്തിലാകാനും പാടില്ല. ആ ഒരു വയമീഡിയയിൽ പോയിക്കൊണ്ടിരിക്കണം. Okay. So what are the other developments when it comes to, infertility അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ്? ഇപ്പോഴത്തെ പുതിയ അഡ്വാൻസ്മെൻറ്റ് എന്തൊക്കെയാണ്? One that you mentioned is the egg freezing. What other things are there? Many things are there. അതിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് സ്റ്റെം സെൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും, ഒവിയൻ റിജുവനേഷൻ എന്ന് പറയും. അതിപ്പം ഒരു വളരെ മോശം ഓവറി അല്ലെങ്കിൽ ഒത്തിരി എന്താ പറയുക നമ്പർ ഓഫ് എഗ്സ് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് എഗ്സ് കുറഞ്ഞവർക്ക് ഇറ്റ്സ് എ റിയലി ബോൺ. നമ്മൾ ഓവറിനെ റിജുവനേറ്റ് ചെയ്യാൻ ഇപ്പോൾ സ്റ്റെം സെൽ കേട്ട് കാണും, പല സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. ബ്രെയിനിന് ഉപയോഗിക്കുന്നുണ്ട്, ദെൻ ഹാർട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്, ഈവൻ മസിൽസ് ജോയിൻസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെയും കുറച്ച് സ്റ്റഡീസ് വന്നിട്ട് വി ഹാവ് എക്സ്പീരിയൻസ് ദാറ്റ് വി ഡിഡ് എ പൈലറ്റ് സ്റ്റഡി നടത്തിയപ്പം നല്ല ഒരു ഓൾമോസ്റ്റ് 25 to 30% മോശം കേസുകൾ, മീൻസ് നോർമൽ കേസല്ല, മോശം കേസുകൾ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഡോണർ ഫെയിലായ കേസുകൾ, ഡോണർ എന്ന് പറയാമല്ലോ, വേറെ സ്ത്രീയുടെ എടുത്തിട്ട് അത് വെച്ച് IVF പോലും ഫെയിലായ കേസുകളിൽ വി കുഡ് ഗിവ് ദം ദെയർ ഓൺ ചൈൽഡ്സ്. അതാണ് ഈ സ്റ്റെം സെല്ലിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അവിടെ ബോൺ മാരെന്ന് ടിഷ്യൂ, ആ പേഷ്യൻ്റ് തന്നെ ബോൺ മാരെന്ന് ടിഷ്യൂ എടുത്തിട്ട് അതിൽ നിന്ന് സ്റ്റെം സെൽസ് ജനറേറ്റ് ചെയ്ത് അത് ത്രൂ ലാപ്രോസ്കോപ്പി ഓവറിലേക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ട് റിജുവനേറ്റ് ദം. നോട്ട് 50%, 30% വി ആർ ഗെറ്റിംഗ് പ്രഗ്നൻസി ഫ്രം ഇങ്ങനത്തെ കേസുകളിൽ നിന്ന് മാത്രം കിട്ടുന്നുണ്ട്. So is there any ideal age to start thinking about your pregnancy? Because itrayum issues there is. Okay. Yeah, definitely. Science പറയുന്നത്, സ്റ്റഡീസ് പറയുന്നത് 30 yearsൽ you should complete the family എന്നാണ്. ഒരു 25-26 you should be seriously thinking. So egg freezing ചെയ്യുവാണെങ്കിൽ it should be done before 30 years. Yeah, is that yeah, what? definitely. For both men and women? Yes. Both of them. മെന്നിന് എഗ് ഫ്രീസിങ് അല്ല, സെമൻ ഫ്രീസിങ് എൻ്റെ അത്രയും ഡിക്ലൈൻ വരാറില്ല, ഫീമെയിലാണ്. ഈ സ്പേംസ് മില്യൺസിലായതുകൊണ്ട് തന്നെ അത്രയ്ക്കും ഒരു വലിയ പ്രോബ്ലം. ആക്ച്വലി എഗ് ഇസ് എ മെയിൻ ഡിറ്റർമിനിങ് ഫാക്ടർ ഫോർ സക്സസ് ഓഫ് എ പ്രഗ്നൻസി. സോ സ്പേംസ് ഒബ്വിയസ്ലി ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ആ ഒരു ഡിക്ലൈൻ ഇസ് നോട്ട് ആസ് ബിഗ് ആസ് എഗ്ഗിൻ്റെ ഡിക്ലൈൻ. സോ ഫീമെയിൽ ഫെർട്ടിലിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. എഗ് ഡിക്ലൈൻ സ്റ്റാർട്ട്സ് ബൈ ഏജ് ഓഫ് 30 എന്നാണ് പറഞ്ഞത്. 30 years ആകുമ്പോഴേക്കും 50% ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യൽ കുറയും. പക്ഷേ മെന്നാണെങ്കിൽ ഒരു ആഫ്റ്റർ 50 ഡിക്ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഡിഫറൻസ് ഉണ്ട്. അതും ഇതുപോലെ തന്നെ നമ്മുടെ മറ്റേ വെസ്റ്റേൺ കൗണ്ടർ പാർട്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ
there was an article which actually said that Indian women age more when compared to Spanish women. So ഒരു 5 വയസ്സിൻ്റെ വ്യത്യാസമാണ്. അതായത് സ്പാനിഷ് വുമൺ ഒരു 35 വയസ്സാണെങ്കിൽ ഇറ്റ് ഇസ് ഈക്വലൻ ടു ഇന്ത്യൻ വുമൺ ഓഫ് 40 years. സോ അവർ റിസർവ് നമ്മളൊക്കെ കുറേയൊക്കെ ഈ സ്റ്റഡീസ് വെച്ചിട്ടാണ് നമ്മൾ പേഷ്യൻറ്റിനോട് പറയുന്നത്. സോ ബട്ട് അവർ വുമൺ ആക്ച്വലി നീഡ് മോർ അറ്റൻഷൻ ബിക്കോസ് ദെയർ ഏജ് ഫെർട്ടിലിറ്റി ഡിക്ലൈൻ ഇസ് മച്ച് മോർ ഫാസ്റ്റർ. അതിൻ്റെ വേറൊരു ഭാഗമാണ് ഇപ്പം നമ്മൾ ഒത്തിരി കാണുന്നതാണ്. UK-ലും US-ലും ഓസ്ട്രേലിയയിലൊക്കെ നമ്മുടെ സ്റ്റാഫ് പേഷ്യൻസ് അവിടെ സെറ്റിൽ ചെയ്തൊരു അവർ ട്രീറ്റ്മെൻറ്റ് 38 വയസ്സാകുമ്പോൾ നിങ്ങൾ ഇപ്പം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട വെയിറ്റ് എന്ന് പറയും. ബിക്കോസ് ദേ നോ ദാറ്റ് ആ കൊക്കേഷ്യൻസിന് യൂറോപ്യൻസിന് ദേ ഹാവ് എ ലോങ് ഫെർട്ടിലിറ്റി ടൈം ഉണ്ട്. പക്ഷേ ഇവർ 38 വയസ്സിൽ ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും എഗ്ഗൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. ആൻഡ് ഓൾസോ ഈ സറോഗസി is kind of trending എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ lot of celebrities are doing it. How legal or how much possible is it right now here in India? So right now ഇപ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം 2022 പുതിയൊരു നിയമം പാസ്സായിട്ടുണ്ട്. ദാറ്റ് സറഗസി ക്യാൻ ബി ഗിവൺ ഓൺലി ഫോർ എ സർട്ടൻ കപ്പിൾ. അതായത് ഒരു വിധത്തിലും അവർക്ക് യൂട്രസിൽ ഈ പ്രഗ്നൻസി ക്യാരി ചെയ്യാൻ പറ്റില്ല. ലൈക്ക് നേരത്തെ പറഞ്ഞ പോലെ തിൻ എൻഡോമെട്രിയം അല്ലെങ്കിൽ ഫുൾ സ്കാർഡ് യൂട്രസ്, ഡാമേജ്ഡ് യൂട്രസ്, അല്ലെങ്കിൽ ചില കണ്ടീഷൻ വേർ യൂട്രസ് ഇസ് നോട്ട് ദെയർ. ഓവറി ഉണ്ട് പക്ഷേ യൂട്രസ് ഇല്ല. ദാറ്റ് വുമൺ ഓൾസോ ഹാസ് ഓൾ ഫുൾ റൈറ്റ് ടു ബിക്കം എ മദർ, റൈറ്റ്? സോ അങ്ങനെയുള്ള കണ്ടീഷനിൽ മാത്രമേ സർഗസി പാടുള്ളൂ. ഇനി ഓൾറെഡി ഒരു കുട്ടി ചിലപ്പം ചില ഫാമിലീസിലുണ്ടാകും ഓട്ടിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ മേജർ കഞ്ചനായിട്ടുള്ള അബ്നോർമാലിറ്റി ഉള്ള കുട്ടി, പക്ഷെ മദറിന് ഇപ്പോൾ നോട്ട് എ ഫിറ്റ് ഇൻ കണ്ടീഷൻ ടു ക്യാരി ദ പ്രഗ്നൻസി. അങ്ങനെയുള്ള ആളുകൾക്കും നിയമം കുറച്ചുകൂടെ ലിബറലാണ്. ബട്ട് അതല്ലാതെ വേറെ there's no other scope to actually offer surrogacy for anyone else. Okay, that's great. And before I end this, there's something I want to ask both of you all. Like, in these years of experience, you have almost 25 years or more than that of experience. Is there anything that you remember, any positive outcome that you remember during this process of, treating a patient? ഒരു കേസ് പറയുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും മനസ്സിലുള്ള ഒരു കേസ്, ദാറ്റ് വാസ് എ പീരീഡ് ഇൻ 92-ലാണ്. ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് ലാപ്രോസ്കോപ്പിക് സർജറി തുടങ്ങി വരുന്ന സമയമാണ്. അന്നൊരു കപ്പിൾ എൻ്റെ അടുത്ത് വന്നത്, ബോത്ത് ഓഫ് ദം വർ ക്രൈയിങ്. ഇവിടെ എറണാകുളം ബേസ്ഡ് കപ്പിൾസാണ്. ദേ ഹാഡ് ഒരു അന്നൊക്കെ ഓപ്പൺ സർജറി ആയിരുന്നു, ലാപ്രോസ്കോപ്പി അന്ന് തുടങ്ങിയിട്ടില്ല. വളരെ ചുരുക്കം സെൻറ്റേഴ്സിന് ഇന്ത്യയിൽ തന്നെ. ഇവർക്ക് 86-ൽ ഒരു ഓപ്പൺ സർജറി കഴിഞ്ഞ് സിസ്റ്റിന്, ചോക്ലേറ്റ് സിസ്റ്റിന്, 88-ൽ രണ്ടാമത് ചെയ്തു. 90-ലാകുമ്പോൾ വീണ്ടും സിസ്റ്റ് ചെന്നപ്പോൾ പറഞ്ഞു ഇനി യൂട്രസ് എടുത്ത് കളയണം, യു ഡോണ്ട് ഹാവ് എ ചാൻസ് ടു ഹാവ് എ ബേബി, സിവിയർ പെയിനുമാണ്. അപ്പം അങ്ങനെ കുറേ ഹോമിയോയിൽ കുറേ ട്രീറ്റ്മെൻറ്റ് എടുത്തു. പക്ഷേ സിംറ്റംസ് കുറഞ്ഞു, പെയിൻ കുറഞ്ഞു. പക്ഷേ ഈ സിസ്റ്റം ഇങ്ങനെ വലുതായി വരുമ്പോൾ എൻ്റെ അടുത്ത് 91-92 എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ഐ ടുക്ക് എസ് എ ചാലഞ്ചിങ് കേസ് അതിൻ്റെ ഞാൻ എടുത്തു. അന്ന് ക്യാമറ ഒന്നുമില്ല. ഇന്നിപ്പം ലക്ഷറിയാണ് ലാപ്രോസ്കോപ്പീസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മോണിറ്ററിലും ഒക്കെ അങ്ങനെ. ഇപ്പം അതും വേറെ റോബോട്ടിക്സ് ഒക്കെ വന്നു. അന്ന് ഇങ്ങനെ ചരിഞ്ഞ് കിടന്ന് ഇത് സ്കോപ്പിൽ കൂടി അതിൻ്റെ ഐ പീസിൽ കൂടി നോക്കി ചെയ്യണം. ഇറ്റ് ടുക്ക് 5.5 hours. ഫുൾ അഡീഷനായിരുന്നു, ഫുൾ എല്ലാം ട്യൂബ് എല്ലാം ഒട്ടിയിരിക്കുകയായിരുന്നു. ബട്ട് ഞാൻ ചാലഞ്ചിങ് കേസായിട്ട് എടുത്തു, എല്ലാം ക്ലിയർ ആക്കി. ഒരാഴ്ച ഉണ്ട് റീസ്കോപ്പ് ഇട്ടു. റീസ്കോപ്പ് ഇട്ടപ്പം ഓൾമോസ്റ്റ് പക്ക ക്ലിയർ ആയിരുന്നു. വിതിൻ 3 to 4 months ഷീ കൺസീവ്ഡ്. ആ പയ്യൻ ഇപ്പം എഞ്ചിനീയറാണ്, ദുബായിലുണ്ട്. ഭയങ്കര ഒരു ഗ്രാറ്റിഫൈങ്. എസ്പെഷ്യലി ഞാൻ എൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ വീട്ടിൽ ഭയങ്കര ഇതായിരുന്നു. I asked you about what inspires you, but doctor, tell us something about Noushin that you want to say something, because she's single-handedly handling 2 hospitals right now. She's very studious ആണ്. ഭയങ്കര ഡിറ്റർമിനേഷൻ is something very great on her. ഒരു കാര്യം വിചാരിച്ച് ഞാൻ നടത്തിയിരിക്കും. അതാണ് MRC UG MRCPക്ക് ഫസ്റ്റ് ചാൻസിൽ കിട്ടാൻ കാരണം അതാണ്. ഭയങ്കരമായിട്ട് ഹാർഡ് വർക്കിംഗ് ആണ്. പക്ഷെ എന്നാലും ഒരു സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ മാത്രം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. ബിക്കോസ് ഇപ്പോഴാണ് നമ്മൾ 2015 ജോയിൻ ചെയ്തത്. ഞാൻ 2015 ജോയിൻ ചെയ്തത്. അങ്ങനെയാണ് കുറേ നാളത്തെ. അതെ. കൊച്ചി സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. ഡെഫിനറ്റ്ലി ഐ തോട്ട് ദാറ്റ് ഐ വിൽ ഹാവ് ടു കം. ഒരു വൺസ് ഇൻ എ വീക്കെങ്കിലും വരേണ്ടി വരും. ബട്ട് ദെൻ thank God she did very well. Very well. And success is also extremely good over here also. That's great to hear it. So thank you so much, both of you all. I know it's a busy schedule, but thank you so much for coming over, and all the very best to you. Thank for you handling. so much for having us. Yeah. Thank you so much.